പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിജയത്തോടെ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 8 പോയിന്റുകളുമായി 11ാം സ്ഥാനത്താണ് ഉള്ളത്. ഇതോടെ റെലഗേഷനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ഒരു കോച്ചിനെ തന്നെയാണ്. ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ വരവിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇത്രയധികം മാറ്റം വന്നിട്ടുള്ളത്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച 2 വിദേശ താരങ്ങളായിട്ടുള്ള കരീം ബെനാറിഫും അതുപോലെ തന്നെ ഫ്രാഞ്ചുവും മികച്ച പ്രകടനമാണ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധം കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മത്സരം കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള മത്സരം കാണാൻ എത്തിയത് വെറും 3213 കാണികൾ മാത്രമാണ്. മത്സരം കാണാനായിട്ട് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായിട്ടുള്ള CK വിനീതും വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മത്സരത്തിന് ശേഷം CK വിനീത് ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. CK വിനീതിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഷ്ലി വെസ്റ്റ്വുഡ് കാരണമാണ് ഞാനിന്ന് മത്സരം കാണാൻ വന്നത്. അദ്ദേഹമാണ് തന്നെ വിളിച്ച് നീ വാ എന്ന് പറഞ്ഞ് മത്സരത്തിനുള്ള ടിക്കറ്റ് എടുത്തു തന്നത്. അതിനുശേഷം അദ്ദേഹം മാനേജ്മെന്റിനെ കുറിച്ചും നിലവിൽ ക്ലബ്ബുമായി ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിരുന്ന സമയത്തും മാനേജ്മെന്റിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അവരോട് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടും അവരെന്നോട് ക്ലബ്ബ് വിടാൻ പറയുകയും ചെയ്തു. പിന്നെ എന്നെ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. പക്ഷേ മാനേജ്മെന്റിനെതിരായ പ്രതിഷേധം ബഹിഷ്കരണത്തിലൂടെ നടത്തുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നും CK വിനീത് പറഞ്ഞു. CK വിനീത് മത്സരശേഷം പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു കാര്യം, ഇനിയൊരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് 3 മത്സരങ്ങളാണ്. ഈ ഒരു ഫോമിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന മത്സരങ്ങളിലും തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ഈ ഒരു കോച്ചിന്റെ കീഴിൽ എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും നല്ല ആത്മവിശ്വാസത്തോടെയാണ് കളിക്കുന്നത്. എന്തായാലും വരുന്ന 3 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.